തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയോടുകൂടി കടൽക്ഷോഭം അതിരൂക്ഷമായി തുടരുകയാണ്. വലിയ തിരമാലകളാണ് കരയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടുകൾക്കൊക്കെ തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല. മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയോ അത്തരത്തിൽ കൊടുങ്കാറ്റോ ഒക്കെ ഉള്ള സമയങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ കടൽക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി യാതൊരുവിധ മുന്നറിയിപ്പുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ വലിയ ഒരു കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. വലിയതുറ, പൂന്തുറ, ഭീമാപ്പള്ളി, കോവളം, പൊഴിയൂർ മേഖലയിലൊക്കെ തന്നെ വീടുകൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് കടലിന് സമീപത്തുള്ള തീരത്തിന് സമീപത്തുള്ള കടകളിൽ വരെ നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. പൊഴിയൂരിൽ ഏകദേശം 10-ലധികം വീടുകൾക്കൊക്കെ തന്നെ കേടുപാട് സംഭവിക്കുകയും ഭാഗികമായും വീടുകളൊക്കെ തന്നെ തകരുകയും ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുമുണ്ട്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്, ഈസ്റ്റർ ആണ്. കൂടാതെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ പൂർണ്ണമായും വിശ്രമിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കടലിൽ ഇത്തരത്തിൽ വലിയ തിരകൾ അടിക്കുന്നതൊന്നും തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തീരപ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന ബോട്ടുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തിരകളടിച്ച് കേടുപാടുകൾ സംഭവിച്ചത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ കടൽക്ഷോഭം അറിഞ്ഞ് ഇവിടെ എത്തിയ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഈ ബോട്ടുകളും അതുപോലെ തന്നെ ഇവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്ന ശ്രമത്തിലാണ്. എന്തായാലും സാധാരണഗതിയിൽ മഴയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം അടിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ തിരകൾ പെട്ടെന്ന് എന്തുകൊണ്ട് അടിച്ചു കയറിയതെന്നുള്ള സംശയത്തിലാണ് മത്സ്യത്തൊഴിലാളികളും. ക്യാമറാമാൻ ബിജു വിഎസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വലിയതുറയിൽ നിന്നാണ് ജിബിന വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വലിയ നാശം വിതച്ചുകൊണ്ടാണ് കടലേറ്റം ഉണ്ടായിരിക്കുന്നത്. 100 മീറ്ററോളം തുമ്പയിൽ ഉൾപ്പെടെ കടൽ കയറി എന്നതാണ് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകുന്നത്.